വനാന്തരങ്ങളുടെയും കാടുകളുടെയും ഇടയിൽ കൂടെ ആടുകളെ മേയിച്ചു നടന്ന ദാവീദിനെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. വനാന്തരവും കാടും എന്ന് പറയുന്നത് ഏകാന്തതയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും നിറഞ്ഞതാണ്. ഒരിക്കൽ ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. ആ സമയത്ത് ദാവീദ് വന്ന് ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് അപ്പന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ അതിനെ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്നും അതിനെ വിടുവിച്ചു. അതെന്റെ മേൽ വന്നപ്പോൾ ഞാൻ അതിന്റെ താടിക്ക് പിടിച്ച് അതിനെ അടിച്ചു കൊന്നുകളഞ്ഞു. ഗോലിയാത്തിനെ തോൽപ്പിക്കുന്ന ദാവീദിന്റെ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വനാന്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാടിന്റെ അനുഭവം എന്ന് പറയുന്നത് ഭീതി നിറഞ്ഞതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ വനാന്തരത്തിന്റെയും ഏകാന്തതയുടെയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെയും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേക ശക്തി, ഈ ശത്രു അത് ചാടി വന്നപ്പോൾ അതിനെ തകർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നത് ദാവീദിന്റെ ജീവിതത്തിന്റെ ദൈവത്തിലുള്ള ബലമാണ്. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ഉള്ളത് കൊണ്ട് സിംഹത്തെയും കരടിയെയും ഗോലിയാത്തിനെയും തകർക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വനാന്തരത്തിന്റെയും ഏകാന്തതയുടെയും അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതാണോ? ശത്രുവിന്റെ ശക്തി നമ്മളെ ആക്രമിക്കുന്നതാണോ? എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ അഭിഷേക ശക്തി നമ്മളുടെ മേലുണ്ടെങ്കിൽ ശത്രു എന്ന് പറയുന്ന ദുഷ്ടനെ നമുക്ക് തകർക്കാൻ കഴിയും എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വനാന്തരവും വനവീതിയും കാണിക്കുന്നത് ഏകാന്തതയും ഭീതി നിറഞ്ഞ അവസ്ഥയുമാണ്. എന്നാൽ ഏത് കുരിലിന്റെ അനുഭവത്തിലൂടെയും ഏത് അനർത്ഥത്തിലൂടെ കടന്നുപോയാലും ദൈവം നമ്മളെ വിടുവിക്കുമെന്നുള്ള ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഏത് വനാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ഏത് ഭീതിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ അഭിഷേകം ദാവീദിന് മേൽ ഉള്ളത് കൊണ്ട് ദാവീദിനെ ഒന്നിനും തകർക്കാൻ കഴിഞ്ഞില്ല. നമ്മളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഏത് ശത്രുവിന്റെ ശക്തിയെയും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഏത് വനഭീതിയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയാലും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ പിതാവായ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലുണ്ടെങ്കിൽ നമ്മളെ ഏത് പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്.